ദീപാവലി റിലീസായി എത്തിയ ദുൽഖർ സൽമാൻ ചിത്രമാണ് ലക്കി ഭാസ്കർ. വെങ്കി അറ്റ്ലൂരി സംവിധാനം ചെയ്ത ചിത്രം തിയേറ്ററുകളിൽ ഹിറ്റായി തേരോട്ടം തുടരുകയാണ്. കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും ചിത്രം വിജയകരമായി പ്രദർശനം തുടരുന്നുണ്ട്. റിലീസ് ചെയ്ത് വെറും 12 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ചിത്രം 10 കോടിയിലധികം രൂപയാണ് നേടിയത്. ബാങ്ക് ഉദ്യോഗസ്ഥനായ ഭാസ്കർ കുമാറായാണ് ദുൽഖർ ഈ ചിത്രത്തിലെത്തുന്നത്. എന്നാൽ ഈ ചിത്രം പുറത്തിറങ്ങിയതിന് പിന്നാലെ ചിത്രത്തിനൊപ്പം തന്നെ വീണ്ടും ചർച്ചയാവുന്ന പേരാണ് ഹർഷത് മെഹ്ത. യഥാർത്ഥത്തിൽ ആരാണ് ഈ ഹർഷത് മെഹ്ത? ദുൽഖറിന്റെ ലക്കി ഭാസ്കർ എങ്ങനെയാണ് മെഹ്തയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? അങ്ങനെ ചോദ്യങ്ങൾ നിരവധിയാണ്. ഇതിനൊക്കെയുള്ള ഉത്തരത്തിനായി കുറച്ച് വർഷങ്ങൾ പിന്നിലേക്ക് സഞ്ചരിക്കേണ്ടി വരും. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ പോലും പിടിച്ചുകുലുക്കാൻ പ്രാപ്തിയുള്ള ഒരു തട്ടിപ്പിന്റെ കഥയുണ്ട് മെഹ്തയ്ക്ക് പറയാൻ. ഗുജറാത്തിലാണ് ഹർഷത് ചാൻഡിലാൽ മെഹ്തയുടെ ജനനം. ഒരു സാധാരണ ടെക്സ്റ്റൈൽസ് വ്യവസായിയുടെ മകനായി ജനിച്ച മെഹ്ത സ്കൂൾ പഠനത്തിന് ശേഷം മുംബൈയിലേക്ക് കോളേജ് വിദ്യാഭ്യാസത്തിനായി പോവുകയാണ്. പിന്നീട് 8 വർഷത്തോളം ചെറിയ ജോലികൾ ചെയ്ത് ഹർഷത് മെഹ്ത അവിടെ തന്നെ കഴിഞ്ഞുകൂടി. അങ്ങനെ ഇരിക്കെയാണ് ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ സെയിൽസ്മാനായി ഹർഷത് ജോലി നേടുന്നത്. ഇതിന് പിന്നാലെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ മെഹ്തയ്ക്ക് താല്പര്യം തോന്നുന്നതും. അതോടെ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നായി മെഹ്തയുടെ ആഗ്രഹം. അങ്ങനെ ഓഹരി വിപണിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തന്റെ സെയിൽസ്മാൻ ജോലി തന്നെ മെഹ്ത രാജിവെക്കുകയാണ്. ശേഷം ഹർജീവൻ ദാസ് നമിത സെക്യൂരിറ്റീസിൽ ബ്രോക്കറായി ജോലിയും തരപ്പെടുത്തി. വർഷങ്ങളോളം ഓഹരി വിപണിയിൽ നടത്തിയ പഠനം മെഹ്തയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് നല്ല അറിവ് തന്നെ നൽകി. ഈ ധൈര്യത്തിലാണ് 1986-ൽ ഗ്രോമോർ റിസർച്ച് ആൻഡ് അസറ്റ് മാനേജ്മെന്റ് എന്ന സ്ഥാപനം ഉയർത്തിക്കൊണ്ടുവരാനുള്ള കരുത്ത് മെഹ്തയ്ക്ക് ലഭിക്കുന്നത്. ഇതോടെ വലിയ രീതിയിൽ ഓഹരി വിപണിയിൽ ട്രേഡിംഗ് തുടങ്ങുകയും ചെയ്തു. 1990 ആയപ്പോഴേക്കും വമ്പൻ സ്രാവുകൾ വരെ മെഹ്തയുടെ ഫേമിൽ നിക്ഷേപിക്കാൻ തുടങ്ങി. ഈ ഒരു സമയത്താണ് അസോസിയേറ്റഡ് സിമന്റ് കമ്പനിയുടെ ഓഹരികൾ മെഹ്ത വലിയ രീതിയിൽ വാങ്ങാൻ തുടങ്ങുന്നത്. ഇത് മറ്റ് ഓഹരി നിക്ഷേപകരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ അവരും ഈ കമ്പനിയിൽ ഷെയർ വാങ്ങാൻ തുടങ്ങി. നിമിഷ നേരം കൊണ്ട് 200 രൂപയുണ്ടായിരുന്ന ഷെയർ 9,000 രൂപ വരെയായി ഉയരുകയാണ്. എന്നാൽ ഈ ഷെയറുകൾ വേഗത്തിൽ ഇടിയുമെന്ന് മനസ്സിലാക്കിയ സ്റ്റേക്ക് ഹോൾഡേഴ്സ് വിൽക്കാൻ ശ്രമിച്ചു. പക്ഷേ അവിടെയാണ് മെഹ്തയുടെ ബുദ്ധി മറ്റെല്ലാവരെയും പറ്റിച്ച് മുന്നേറിയത്. മറ്റുള്ളവർ വിൽക്കാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ മെഹ്ത എല്ലാം വിറ്റ് ലാഭം ഇരട്ടിയിലേറെ സ്വന്തമാക്കി. ഇങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ വ്യാജ ഡിമാൻഡ് കാണിച്ചാണ് മെഹ്ത തന്റെ തട്ടിപ്പിന് തുടക്കം കുറിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ഒരു സാധാരണക്കാരന്റെ അസാധാരണ വളർച്ചയാണ് രാജ്യം കണ്ടത്. മുംബൈയുടെ കടലോരത്ത് 15,000 സ്ക്വയർ ഫീറ്റുള്ള സകല സൗകര്യങ്ങളോടും കൂടിയ ഒരു ആഡംബര ബംഗ്ലാവ് തന്നെ മെഹ്ത പണിതുയർത്തുകയാണ്. ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ നിന്നും മെഹ്ത അതിസമ്പന്നരുടെ ജീവിത രീതിയിലേക്ക് മാറി. വില കൂടിയ ലക്ഷറി വാഹനങ്ങളായ ടൊയോട്ട കൊറോള, ലെക്സസ് LS 400, ടൊയോട്ട സെറ തുടങ്ങിയ വാഹനങ്ങളും മെഹ്ത സ്വന്തമാക്കി. മെഹ്തയ്ക്ക് വന്നു ചേർന്ന ഈ സൗഭാഗ്യങ്ങളൊക്കെ എല്ലാവരും ചർച്ച ചെയ്യാൻ തുടങ്ങുകയാണ്. അതിന് പിന്നാലെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കടന്നു പോകുമായിരുന്ന മെഹ്ത എന്ന സാധാരണ മനുഷ്യനെ മാധ്യമങ്ങളടക്കം വാഴ്ത്തിപ്പാടാൻ തുടങ്ങി. ബിസിനസ് ടുഡേ മാസികയിലടക്കം ഇന്ത്യയിലെ ഒട്ടുമിക്ക മാഗസീനുകളിലും മെഹ്തയുടെ മുഖചിത്രം അച്ചടിച്ചു വന്നു. ബിഗ് ബുൾ എന്നും സ്റ്റോക്ക് മാർക്കറ്റിലെ അമിതാഭ് ബച്ചൻ എന്നുമുള്ള വിശേഷണങ്ങളൊക്കെ മെഹ്തയ്ക്ക് തലയെടുപ്പ് കൂട്ടുകയാണ് പിന്നീട് ഉണ്ടായത്. എന്നാൽ അധികമായാൽ അമൃതം വിഷം എന്ന പഴഞ്ചൊല്ലിനെ സ്വായത്തമാക്കുന്നതായിരുന്നു പിന്നീട് അങ്ങോട്ട് മെഹ്തയുടെ ഈ ജീവിതം. കാശിന്റെ തിളക്കത്തിൽ സ്വയം മറന്ന മെഹ്ത മുടക്കുന്നതിന്റെയും ഇരട്ടിയിലും ഇരട്ടി തിരികെ കിട്ടണമെന്നായി ആഗ്രഹം. അങ്ങനെ എളുപ്പത്തിൽ പണം കൊയ്യാനായി ഒരു സ്റ്റോക്കിന്റെ മൂല്യത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന തരത്തിൽ വലിയ രീതിയിൽ നിക്ഷേപിക്കുന്ന തന്ത്രം മെഹ്ത കണ്ടുപിടിച്ചു. അതിനായി കോടികൾ വേണ്ടിവരുമെന്ന് മെഹ്തയ്ക്ക് നല്ല ധാരണയും ഉണ്ടായിരുന്നു. അങ്ങനെ എളുപ്പത്തിൽ ഇത്രയും ഭീമമായ തുക കണ്ടെത്താൻ മെഹ്ത കണ്ടുപിടിച്ച മാർഗമാണ് ബാങ്കുകൾ. സർക്കാർ കടപത്രങ്ങൾ നിറയ്ക്കുന്ന ബാങ്കുകളിൽ നിന്ന് അത് വാങ്ങി മറ്റു ബാങ്കുകളിൽ കൊടുക്കുന്ന ഇടനിലക്കാരനാകാൻ മെഹ്തയുടെ പ്രശസ്തി മെഹ്തയെ സഹായിച്ചു എന്ന് തന്നെ പറയണം. നിക്ഷേപകരെ ഒപ്പിച്ചു കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകി ബാങ്കുകളിൽ നിന്ന് എളുപ്പത്തിൽ ഹർഷ അങ്ങനെ കടപ്പത്രങ്ങൾ വാങ്ങുകയാണ്. തുടർന്ന് നിക്ഷേപിക്കാൻ സന്നദ്ധരായ ബാങ്കുകളെ കണ്ടുപിടിച്ച് പണം കൈപ്പറ്റുകയും കടപ്പത്രം നൽകിയ ബാങ്കുകൾക്ക് ആഴ്ചകൾക്ക് ശേഷം പണം തിരികെ നൽകുകയും ചെയ്യുന്നു. ഈ രീതിയിൽ കോടികൾ മെഹ്തയ്ക്ക് നിഷ്പ്രയാസം തന്നെ റോൾ ചെയ്യാൻ കഴിയുന്നുമുണ്ട്. ഇതിന്റെ 2ാം ഘട്ടം എന്നോണം കടപ്പത്രം വാങ്ങാൻ സന്നദ്ധരായ ബാങ്കുകളിൽ നിന്ന് മുൻകൂറായി പണവും കടം വാങ്ങി. എന്നാൽ ഇതുകൊണ്ട് മെഹ്ത നിർത്തുന്നില്ല. ഇതിലും എളുപ്പത്തിൽ പണം നേടാൻ കടപ്പത്രങ്ങൾ വ്യാജമായി നിർമ്മിച്ചാൽ പോരെ എന്നായി പിന്നീട് മെഹ്തയുടെ ചിന്ത. ഇവിടെ നിന്നാണ് ശരിക്കും മെഹ്തയുടെ പതനം സംഭവിക്കുന്നത്. വ്യാജമായി നിർമ്മിച്ച ഇത്തരം കടപ്പത്രങ്ങളിലൂടെ ബാങ്കുകളിൽ നിന്ന് കൂടുതൽ തുക അയാൾ കൈപ്പറ്റാൻ തുടങ്ങുകയാണ്. എന്നാൽ മെഹ്തയുടെ ഈ അവിശ്വസനീയമായ വളർച്ചയെ സംശയത്തിന്റെ നിഴലിൽ നോക്കിക്കാണുന്നവർ നിരവധിയുണ്ടായിരുന്നു താനും. അതിലൊരാളായിരുന്നു ബിസിനസ് ജേർണലിസ്റ്റായ സുജേത ദലാൽ. ആദ്യ അന്വേഷണത്തിൽ തന്നെ സുജേതയ്ക്ക് തട്ടിപ്പ് തിരിച്ചറിയാൻ പറ്റി. എന്നാൽ ഈ ഒരു കാലയളവിൽ മെഹ്ത തന്റേതായ സാമ്രാജ്യം തന്നെ അവിടെ പണിതുയർത്തിയതിനാൽ ശക്തമായ തെളിവുകളില്ലാതെ ചെന്നാൽ തന്റെ കണ്ടുപിടുത്തം വെറും ആരോപണങ്ങൾ മാത്രമായി മാറുമെന്ന് സുജേതയ്ക്ക് നല്ല ബോധ്യവും ഉണ്ടായിരുന്നു. തുടർന്ന് സുജേത ഈ വിവരങ്ങൾ SBIയുടെ ചെയർമാനെ ധരിപ്പിച്ചു. പിന്നാലെ ഇവർ നടത്തിയ അന്വേഷണത്തിൽ ബാങ്കിന്റെ ലെറ്റർ റെസിപ്റ്റുകൾ മിസ്സിംഗ് ആണെന്നും 770 കോടിയുടെ ഗവൺമെന്റ് സെക്യൂരിറ്റി ഹർഷത് മെഹ്തയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ടെന്നും കണ്ടെത്തുകയാണ് ഇവർ പിന്നീട് ഉണ്ടാവുന്നത്. അതിൽ 550 കോടി മാത്രമാണ് ബാങ്കിന് നൽകാൻ കഴിഞ്ഞിട്ടുള്ളതും ഇവർക്ക് ഈ അന്വേഷണത്തിലൂടെ മനസ്സിലാവുകയാണ്.
പിന്നീട് SBIയുടെ PR വിങ്ങും RBIയും ഒരുമിച്ചതോടെ കൂടുതൽ തെളിവുകളും ലഭിച്ചു. അങ്ങനെ 1992 ഏപ്രിൽ 23 ലോകത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ പുറം ലോകം അറിയുന്നത്. സുജേത ദലാൽ ഹർഷത് മെഹ്തയെക്കുറിച്ച് കണ്ടെത്തിയതെല്ലാം ടൈംസ് ഓഫ് ഇന്ത്യയിലൂടെ പുറത്തു വന്നു. അത്രയും കാലം ഹീറോ പരിവേഷമുണ്ടായിരുന്ന മെഹ്തയ്ക്ക് തട്ടിപ്പുകാരന്റെ വേഷം ലഭിച്ചു. കൂടെ നിന്നവർ പോലും കൈയൊഴിയുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് മെഹ്തയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. ഇതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ 4000 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് ഹർഷത് മെഹ്ത നടത്തിയതായും കണ്ടെത്തി. അതായത് ഇന്നത്തെ രൂപയുടെ മൂല്യം വെച്ച് അത് കണക്കാക്കുകയാണെങ്കിൽ ഈ 4000 രൂപ എന്ന് പറയുന്നത് ഏകദേശം 30,000 കോടിയോളം രൂപ വരും. അങ്ങനെ 9 വർഷത്തോളം വരുന്ന നിയമ പോരാട്ടത്തിനൊടുവിൽ തിഹാർ ജയിലിൽ വെച്ച് 47-ാം വയസ്സിലാണ് ഹർഷത് മെഹ്ത മരിക്കുന്നത്. 9 വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ സ്വത്തുക്കളിലേറെയും ഗവൺമെന്റ് കണ്ടുകെട്ടുകയും ചെയ്തു. ഹർഷത് മെഹ്തയുടെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്ന ജേർണലിസ്റ്റായ സുജേത ദലാലിന് 2006 പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചു. ഇതാണ് ഹർഷത് മെഹ്തയുടെ ജീവിതം. ഒരു സിനിമയ്ക്കുള്ള കഥാമൂല്യമുള്ള മെഹ്തയുടെ ജീവിതം സ്കാം 1992 എന്ന പേരിൽ 2020 സോണി ലിവിൽ സീരീസായി ബോളിവുഡ് പുറത്തിറക്കി. ലോകത്തിലെ തന്നെ മികച്ച സീരീസുകളുടെ ഗണത്തിലാണ് ഇന്ന് സ്കാം 1992 ഉൾപ്പെടുന്നത്. 2021 ബിഗ് ബുൾ എന്ന പേരിൽ അഭിഷേക് ബച്ചൻ നായകനായി ഹർഷത് മെഹ്തയുടെ ജീവിതകഥ ബിഗ് സ്ക്രീനിലും എത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹർഷത് മെഹ്തയുടെ പരാമർശം ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിലും ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇതോടെ മെഹ്ത വീണ്ടും എല്ലാവരുടെയും സംസാര വിഷയമാവുകയാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.